ആരോപണങ്ങൾ നിലനിൽക്കെ തൃശൂർ CPM ഏരിയ സെക്രട്ടറിയായി അനൂപ് ഡേവിസ് കാടയെ തെരഞ്ഞെടുത്തതിൽ വിമർശനം ശക്തമാകുന്നു. പാർട്ടി നേതാവായിരുന്ന മുൻ ഏരിയ കമ്മിറ്റി അംഗം ബിന്നി ഇമ്മട്ടി അനൂപിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയത് വാർത്തയായിരുന്നു. കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി തവണ ചോദ്യം ചെയ്യലുകൾക്കും വിധേയനായ നേതാവ് കൂടിയാണ് അനൂപ് ഡേവിസ് കാട. പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റി അംഗം അന്തരിച്ച ബിന്നി ഇമ്മട്ടി ഉൾപ്പെടെയുള്ളവർ അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളായിരുന്നു ഏറെയും. ഇത് സംബന്ധിച്ച് രേഖാമൂലം അദ്ദേഹം പാർട്ടിക്ക് പരാതിയും നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 2 പേരെ പരാതി അന്വേഷിക്കാൻ നിയോഗിച്ചിരുന്നെങ്കിലും ആരോപണം നിലനിൽക്കെ അനൂപ് ഡേവിസ് കാടയെ കഴിഞ്ഞ സമ്മേളനം തൃശൂർ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ബെന്നി ഇമ്മട്ടിയുടെ പരാതിയിൽ ഇവർ പറയണം, കാരണം അദ്ദേഹം കൊടുത്ത പരാതിയുടെ ഒരു പകർപ്പ് മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അതിൻ്റെ അദ്ദേഹത്തിന് അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. കാരണം ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ പലർക്കും ഞാൻ കൃത്യമായിട്ട് പറയാം. MK കണ്ണേട്ടന് ഇത് അറിയാം, MM വർഗീസേട്ടന് ഇതറിയാം. എല്ലാവർക്കും പരാതി കൊടുത്തതിന് മുമ്പും പരാതി കൊടുക്കുന്നതിന് മുമ്പും അറിയാം, പരാതി കൊടുത്തതിന് ശേഷം അറിയാം. അവരെല്ലാം ഇത് പറഞ്ഞത് കൊണ്ടല്ലേ ഇതിനൊരു 2 അംഗ കമ്മിറ്റി വെച്ച് അന്വേഷണത്തിന് പോയത്. അത് നിഷേധിക്കാൻ പറ്റുമോ? ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് നിയമിച്ച 2 പേരെ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്ത് ചർച്ച തള്ളിക്കളയണം. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിലെന്തൊക്കെയുണ്ടെന്ന്. പിന്നെ ഇതിലൊരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, സത്യം എത്ര ഒളിപ്പിച്ചു വെച്ചാലും പുറത്തു വരും. കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ED അനൂപ് ഡേവിസ് കാടയെ ചോദ്യം ചെയ്തിരുന്നു. ആരോപണ വിധേയനായ ഒരാളെ പാർട്ടി ചുമതലയിലേക്ക് കൊണ്ടുവന്നതിൽ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ജനം, തൃശൂർ.